ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു കാലത്ത് വീണു പോയിരുന്നവരായിരുന്നു നമ്മൾ. അവിടെ നിന്നെല്ലാം നമ്മൾ വീണ്ടെടുത്തുകൊണ്ട് യേശു എന്ന പാറയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുമെന്ന് ജീവൻ തന്നിരിക്കുക നമുക്ക് അല്ലെ. അവന്റെ ജീവനെ തന്നത് മനുഷ്യരെ പോലത്തുള്ള ജീവിതമല്ല, ജീവനുമല്ല. യേശുക്രിസ്തുവിന്റെ ജീവനും യേശുക്രിസ്തുവിന്റെ മനസ്സും ഒക്കെ നമുക്ക് തന്നിരിക്കുക. യേശുവിനെ പോലെ ആയി തീരുക എന്നുള്ളതാണ് ദൈവത്തിന്റെ നമ്മളെ പറ്റിയുള്ള ഹിതം. അതിനുവേണ്ടി പിതാവ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോ നമ്മൾ വീണ്ടെടുത്തതിന്റെ മുഖത്തായിരിക്കണം നമ്മുടെ കണ്ണ്. വീണ്ടെടുത്തവന്റെ മുഖത്ത് നിന്ന് കണ്ണ് വേറെ എങ്ങോട്ടെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ, ലോകത്തിലേക്ക് ആയിപ്പോയി, ലോകത്തിലെ സുഖങ്ങളായി പോയിട്ടുണ്ടെങ്കിൽ, ലോകത്തിന്റെ നന്മകളിലായി പോയിട്ടുണ്ടെങ്കിൽ അല്ലെ, നമ്മള് പിന്നെയും നമ്മൾ വീണു പോകുന്ന വ്യക്തികളായി തന്നെ തീരും അല്ലെ. അപ്പൊ അങ്ങനെ ആകാതിരിക്കുക. ദൈവം നമ്മൾക്ക് വെച്ചിരിക്കുന്ന ജീവിതം, നമ്മളുടെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആയിത്തീരും എന്നുള്ളതാണ്. ഈ ലോകത്ത് വെറുതെ ജീവിച്ച് മരിച്ചു പോകാനുള്ളവരല്ല നമ്മൾ. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും യേശുവിനെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് അല്ലെ. നമ്മൾക്ക് നമ്മുടെ പാവങ്ങൾ വെറുതെ പുറത്തു തന്നു, നമ്മൾ ഒരു കാലത്ത് സ്വർഗത്തിൽ പോവും, അതൊന്നുമല്ല. അതൊക്കെ സത്യമാണ്. നമ്മൾ സ്വർഗത്തിൽ പോവും, നമ്മുടെ പാപങ്ങൾ എല്ലാം പുറത്തു തന്നിരിക്കും, നമ്മൾ വീണ്ടെടുത്തിരിക്കും. പക്ഷെ നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് യേശുവിന്റെ സ്വഭാവത്തിലേക്കാണ്, യേശുവിനെ പോലെയാണ്, പിതാവിന്റെ ഭവനത്തിലേക്കാണ് അല്ലെ. അപ്പൊ അതും മനസ്സിലാക്കുന്ന വ്യക്തികളായിരിക്കും, അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നമാണ്. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. അപ്പം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ വചനത്തിനായിട്ട്, വെളിപാടുകൾ തരുന്നതിനായിട്ട്, ഞങ്ങൾക്ക് അങ്ങയുടെ സ്വഭാവം, അങ്ങയുടെ മനസ്സ് തന്നതിനായിട്ട്, അങ്ങനെ പോലെ ആക്കി തീർക്കുന്നതിനായിട്ട്, എല്ലാത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ. അങ്ങനെ പോലെ ഒരു ദൈവമില്ല കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, ഒരു ദൈവം ഞങ്ങൾക്കറിയാവുന്ന, ഞങ്ങളുടെ ചുറ്റുമുള്ള ഒരു ദൈവങ്ങളും കർത്താവെ ദൈവത്തെ പോലെ ആക്കി തീർക്കാൻ മനുഷ്യരെ ദൈവത്തെ പോലെ ആക്കി തീർക്കാൻ ആരും ശ്രമിക്കുന്നില്ല. പക്ഷെ അങ്ങനെയല്ല യേശുവെ. സ്വന്തം പുത്രനാക്കി തീർക്കുക, പുത്രന്മാരാക്കി തീർക്കുക ഞങ്ങളെ. ദൈവത്തെ പോലെ, യേശുവിനെ പോലെ ആക്കി തീർക്കുക ഞങ്ങളെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഗോഡ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. യേശുവിന്റെ നാമത്തിന് അങ്ങ് സംസാരിക്കണമേ. ഇന്ന് റെവലേഷൻസ് തരണം ഞങ്ങൾക്ക് കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, വെളിപാടുകൾ തരണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിനമ്മേ. നമുക്കിന്ന് റെവലേഷനിലേക്ക് പോകാം. വെളിപ്പാട് പുസ്തകം അല്ലെ, അതിന്റെ 3-ാമത്തെ ചാപ്റ്ററിന്റെ 14 തൊട്ട് 22 വരെയുള്ള വാക്കുകൾ വായിക്കാം. വെളിപ്പാടിന്റെ അല്ലെ റെവലേഷന്റെ 3-ാമത്തെ ചാപ്റ്ററിന്റെ 14 തൊട്ട് 22 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ എന്നാ ദൈവം ഈ ചാപ്റ്റർ പറഞ്ഞു നിർത്തുന്നത്. അപ്പൊ ഇതേ വാക്ക് ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറയുന്നത് ദൈവം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഈ 7 സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ലെറ്റർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. റിപ്പീറ്റഡ് ആയിട്ട് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുക. ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് വെച്ചാൽ ചെവി ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ചില ആൾക്കാരൊന്നും കേൾക്കുന്നില്ലെന്ന് ചുരുക്കം അല്ലെ. ചെവിയുണ്ട്, കേൾക്കാനുള്ള എന്താ പറയാ കഴിവൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കേൾക്കുന്നില്ല. അതുകൊണ്ട് ദൈവം പറയാ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഇനി 14-ാമത്തെ വാക്കോട് താഴേക്ക് വരുക. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുന്നു. ഇപ്പൊ ദൂതൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ പാസ്റ്റർ അല്ലെങ്കിൽ എൽഡർ അല്ലെങ്കിൽ ബിഷപ്പ്, അതിനെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ മൈക്കിളും ഗബ്രിയേലും പോലുള്ള മാലാഖമാരെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദൂതൻ എഴുതുന്നു അല്ലെ എന്ന് പറയുമ്പോൾ പാസ്റ്റർമാർക്കായിരിക്കും, അല്ല എൽഡർമാർക്കായിരിക്കും, ഡീക്കൻസിനും അങ്ങനെ ആർക്കെങ്കിലും എഴുതുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കും: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. അപ്പൊ വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായിട്ടുള്ളവൻ, വിശ്വസ്തനായിട്ടുള്ളവൻ ഒന്നേ ഉള്ളെന്ന് ചുരുക്കം, യേശുക്രിസ്തു മാത്രം. സത്യവാനായ സാക്ഷിയായിട്ടുള്ളവൻ ഒന്നേ ഉള്ളൂ ഈ ലോകത്തിൽ, യേശുക്രിസ്തു മാത്രം. ദൈവസൃഷ്ടിയുടെ ആരംഭം എന്ന് പറയുമ്പോൾ ഈ വാക്ക് ആരംഭം എന്ന് പറയുന്നത് ഇങ്ങനെ വിചാരിക്കരുത്, യേശുക്രിസ്തു വഴി ആണ് ആദ്യം, യേശുക്രിസ്തുവിനെയാണ് പിതാവ് ആദ്യമായിട്ട് സൃഷ്ടിച്ചത്, അത് കഴിഞ്ഞാണ് ബാക്കി എല്ലാത്തിനും സൃഷ്ടിച്ചത്. അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല പറയുന്നത്. യേശുവാണ് എല്ലാത്തിന്റെ ഒറിജിൻ എന്നാ പറയുന്നത്. എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന യേശുവിൽ നിന്നാണ്. അവനാണ് ആ ഇംപെരിഷബിൾ സീഡ് അല്ലെ, ഒരിക്കലും കെട്ടുപോകാത്ത സീഡ്. എന്താ പറയുക, അത് യേശുക്രിസ്തുവാണ്. നമുക്ക് കൊളോസ്യർ ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുക, യേശുവിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്. ഉത്ഭവസ്ഥാനം, സോഴ്സ് അവനാണ് എന്നാ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പറയാ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. അപ്പൊ
ആമേൻ എന്നുള്ളവൻ അല്ലെ, സത്യവാനായ സാക്ഷിയായിരിക്കുന്നവൻ, വിശ്വസ്തൻ അല്ലെ, ദൈവസൃഷ്ടിയുടെ ആരംഭമായിരിക്കുന്നവൻ യേശുക്രിസ്തു അരുളി ചെയ്യുന്നത് എന്തെന്നാൽ, യേശുവിന്റെ വാക്കുകള കേൾക്കുക. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മിണ്ണുകളയും, വായിൽ നിന്ന് ഉമ്മിണ്ണുകളയും, തുപ്പിക്കളയും എന്നല്ലേ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നു അറിയാതിരിക്കയാൽ നീ സമ്പന്നൻ ആകേണ്ടതിനു തീയിൽ ഊതിക്കഴിച്ച പൊന്നും, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാക്കാത്ത വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്നു അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. അല്ലെ, ആത്മാവ് സഭയോട് പറയുന്നത് കേൾക്കാൻ മനസ്സുള്ളവർ കേൾക്കട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയാം, ലവോദീഷ്യ ചർച്ച് അല്ലെങ്കിൽ ലവോദിക്കയിലെ ചർച്ചിലെ ദൂതന് യേശുക്രിസ്തു എഴുതുന്ന വാക്കാണിത്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, നീ കോൾഡും അല്ല നീ ഹോട്ടും അല്ല. അല്ലെ, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നീ ശീതവാനായിരുന്നു, നീ തണുത്തവനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് നിന്നെ ചൂടാക്കാമായിരുന്നു. നീ ചൂടുള്ളവനാണെങ്കിൽ നിനക്ക് കൂടുതൽ ചൂട് തരാമായിരുന്നു. അപ്പൊ കൂടുതൽ ചൂടുള്ളവനാണെങ്കിൽ കൂടുതൽ ചൂട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്കറിയാം വെള്ളം തിളപ്പിക്കുന്ന അതേ ചൂടിൽ നമുക്ക് നമ്മുടെ സ്വർണ്ണപ്പണി ചെയ്യുന്നവർക്ക് വെള്ളം തിളപ്പിക്കുന്ന അതേ ചൂടിൽ അവർക്ക് സ്വർണ്ണത്തെ ഉരുക്കാൻ പറ്റത്തില്ല. അല്ലെ, അല്ലെങ്കിൽ കൊല്ലന്റെ ആലയില് ഇരുമ്പ് പഴിപ്പിക്കുന്ന ചൂട് അത്രയും ചൂട് വേണ്ട നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി, ഒരു കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി. അല്ലെ, അപ്പൊ ചൂടിന് വേരിയേഷൻ ഉണ്ട്, വ്യത്യാസമുണ്ട്. അല്ലെ, അപ്പൊ നീ ഇപ്പൊ 1 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ നിന്നെ ഞാൻ അടുത്ത ഡിഗ്രി ചൂടിലേക്ക് മാറ്റും. അപ്പൊ ദൈവത്തിന്റെ കിങ്ഡത്തിന് പ്രത്യേകത ഇതാണല്ലോ, നമുക്ക് കൂടുതലുള്ളതനുസരിച്ച് പിന്നെ കൂട്ടും. നമ്മൾ കൂടുതൽ ബൈബിൾ വായിക്കുമ്പോൾ പിന്നെ നമുക്ക് വായിക്കാനുള്ള ഒരു കൃപ ദൈവം തന്നുകൊണ്ടിരിക്കും. അല്ലെ, അപ്പൊ അല്ലെങ്കിൽ കൂടുതൽ റെവലേഷൻസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് കാണിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ദൈവം നമ്മളിലേക്ക് ആ ഒരു ഗ്രേസ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നു, ഗ്രേസ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. അല്ലെ, അപ്പൊ അതുപോലെ പറഞ്ഞിരിക്കുന്നു, നീ ഹോട്ടാണെങ്കിൽ കൊള്ളാമായിരുന്നു, നീ കോൾഡ് ആണെങ്കിൽ എനിക്ക് നിന്നെ എന്താ പറയാ ഹോട്ടെങ്കിലും ആക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷെ ഇത് ഒന്നുമല്ല, അതിന്റെ എല്ലാം നടുക്ക് നിൽക്കുക, ചൂടുമല്ല തണുത്തതുമല്ല എന്നുള്ള ഒരു അവസ്ഥയില്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയല്ല അവിടെയല്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിന്ന് പോവുക. അല്ലെ, 16-ാമത്തെ വാക്കൂരെ, ഇങ്ങനെ ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകാൻ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമ്മിണ്ണുകളയും. എന്ന് വെച്ച് കഴിഞ്ഞാല് നീ ഇപ്പൊ ശീതവാനുമല്ല നീ ഉഷ്ണവാനുമല്ല, ഇങ്ങനെ നിൽക്കുവാണ്, നീ അവിടെയല്ല ഇവിടെയല്ല രണ്ടു വളത്തിലും കാല് വെച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ ഞാൻ നിന്നെ തുപ്പിക്കളയും. അപ്പൊ ഈ ശീതവാൻ എന്ന് പറയുമ്പോ ലോകത്തിന്റെ പരമായിട്ടുള്ള ആൾക്കാർ, അല്ലെ, യേശുവിലല്ലാതിരിക്കുന്ന വ്യക്തികൾ. ഉഷ്ണവാൻ എന്ന് പറയുമ്പോ ഹോട്ടായിട്ടുള്ള ആൾക്കാർ ദൈവത്തില യേശുക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തികൾ. ഇനി നീ അവിടെയല്ല, ഒരു കാലം ഇവിടെ അടുത്ത ഒരു കാലം ഒരു വെള്ളത്തിലും മറ്റേ വെള്ളത്തിലും നീ ചവിട്ടി നിൽക്കുമ്പോൾ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ ഒഴിവാക്കത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ചർച്ചിന്റെ ലവോദിക്യ ചർച്ചിന്റെ അവരുടെ ക്ലെയിം ഇതാണ്. അവരിതാ പറഞ്ഞു, ഞങ്ങൾ ധനവാന്മാരാണ്, ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്.
അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഒന്നിനും മുട്ടില്ലെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് ഒന്നിന്റെ ആവശ്യമില്ല. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ഞങ്ങൾക്ക് ഒന്നിന്റെയും ആവശ്യമില്ല എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പോലും ആവശ്യമില്ല എന്നാ അവര് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് എല്ലാം ഉണ്ട്, അവർക്ക് ധനമുണ്ട്, അവർക്ക് സമ്പത്തുണ്ട്, അവർക്ക് കിട്ടാൻ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, അവർക്ക് അല്ലെ ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ്ങുകളെല്ലാം ഉണ്ട്, അത് മതി അവർക്ക് അല്ലെ. എന്നാ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നിനും മുട്ടില്ല, ദൈവത്തിന്റെ പോലും മുട്ടില്ല, ദൈവത്തിന് പോലും പ്രസൻസിനെ പറ്റി, ദൈവത്തിന്റെ പ്രസൻസ് പോലും അവർക്ക് ആവശ്യമായിട്ടില്ല എന്നൊരവസ്ഥയെ പറ്റി പറയും. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറ്റിയിരിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ജഡത്തിന്റെ പരമായിട്ടുള്ള ക്രിസ്ത്യൻസ് ആയി തീർന്നിരിക്കുകയോ ചെയ്തിരിക്കുന്നത് അല്ലെ. കാർണൽ ക്രിസ്ത്യൻ, ജഡത്തിന്റെ പരമായിട്ടുള്ള ക്രിസ്ത്യൻസ് ആയി തീർന്നിരിക്കുകയോ ചെയ്തിരിക്കുന്നത്. കുറച്ച് ചൂടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ, ചൂടെന്ന് പറഞ്ഞാൽ പിന്നെയും ചർച്ചിലാന്ന് ചുരുക്കം. അപ്പൊ അങ്ങനെയാകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ലോകത്തിലേക്ക് പോയിട്ടില്ല, പക്ഷേ എന്താ പറയുക, ജഡത്തിന്റെ പരമായിട്ടുള്ള ക്രിസ്ത്യൻസ് ആയി തീർന്നിരിക്കുക. പക്ഷെ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്, നീ ഈ പോക്ക് പോവുകയാണെങ്കിൽ, ഇങ്ങനെ ജഡത്തിന്റെ രീതിയിൽ പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ നിന്നെ തുപ്പിക്കളയും. പക്ഷെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ, അത് ഞാൻ പറയാൻ പോവാണ്. നീ അത് ചെയ്യുവാണ്, നീ എന്നിലായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. നീ സമ്പന്നൻ ആകേണ്ടത്. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നും അറിയാതിരിക്കയാൽ. അപ്പോ ഇതാണ് അവസ്ഥ. ഒരുപാട് പണമുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, ഇനി ഒന്നിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട്, ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള സമ്പത്തുള്ളവരോട് ദൈവം പറഞ്ഞിരിക്കുക, നീ നിർഭാഗ്യവനാണ്, നീ ദരിദ്രനാണ്, നീ അരിഷ്ടനാണ്, നീ കുരുടനാണ്, നീ നഗ്നനാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ഇല്ല എങ്കിൽ ഇതാണ് നമ്മളുടെ അവസ്ഥ എന്ന് ചുരുക്കം. നമ്മൾ ജഡത്തിന്റെ പരമായിട്ടുള്ള ജീവിതം ജീവിക്കുന്നെങ്കിൽ ഇതാ അവസ്ഥ. നഗ്നരായിരിക്കും, കുരുടനായിരിക്കും, ദരിദ്രനായിരിക്കും, അരിഷ്ടനായിരിക്കും അല്ലെ. എങ്ങനെയായിരുന്നു നമ്മൾ ഒരു കാലത്ത് ലോകത്തിന്റെ പരമായിട്ട് ജീവിച്ചപ്പോൾ എങ്ങനെയായിരുന്നു, അതിനേക്കാൾ ഘട്ട ആയിരിക്കും. നേരത്തെ നമ്മളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ മരിച്ചവരായിരുന്നു, മരിച്ച ശവം പോലെയായിരുന്നു. അതും ഒരവസ്ഥ. നഗ്നനായിരിക്കുന്ന ഒരവസ്ഥ ഒന്ന് വിചാരിച്ചു നോക്കി. നഗ്നരായിരിക്കുന്ന അവസ്ഥ, ഒന്നുമില്ലാതെ, ഭക്ഷണത്തിന് വകയില്ലാതെ, ഡ്രസ്സില്ലാത്ത, ഉടുക്കാൻ തുണിയില്ലാതെ, ആളുകളുടെ മുമ്പിൽ വസ്ത്രമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി. മരിച്ചു മരിച്ചവിടെ കടക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇത് അതിനേക്കാൾ ഒരു മോശം വീണു പോയ അവസ്ഥയാ. ആ ഒരു അവസ്ഥയാണ് യേശുക്രിസ്തു ഇല്ലാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ. അതിനെപ്പറ്റി യേശു പറഞ്ഞിരിക്കുന്നു, നിന്റെ അവസ്ഥ ഇതാണെന്നുള്ളത് നിനക്ക് പോലും മനസ്സിലാവുന്നില്ല. നീ വിചാരിക്കുന്നത് നിനക്ക് പണമുണ്ട്, നീ വിചാരിക്കുന്നത് നിനക്ക് എല്ലാം ഉണ്ട്, നീ വിചാരിക്കുന്നത് നിനക്ക് ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ നിനക്കില്ലാത്ത എന്താ? ഞാനാ ഇല്ലാത്തത്. ഞാനില്ല എങ്കില് നിനക്ക് ഒന്നുമില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഗലാത്യർക്കത് ലേഖനത്തെ 3-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മള് യേശുക്രിസ്തുവിന്റെ വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്ന വ്യക്തികൾ നമ്മള്. അപ്പൊ യേശു ഇല്ലെങ്കിൽ നമ്മൾക്ക് വസ്ത്രമില്ല ചുരുക്കം, നമുക്കൊന്നുമില്ലെന്ന് ചുരുക്കം. അതറിയുന്നില്ല ചർച്ച്. അതന്നെയാണ് മിക്കവാറും ഇന്നത്തെ ചർച്ചകളുടെയൊക്കെ അവസ്ഥയും. അപ്പൊ ദൈവം യേശുക്രിസ്തു ഇതിനൊരു പരിഹാരമായിട്ട് ദൈവം പറയും. കാരണം ലോകത്തിന്റെ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ ചർച്ചിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെയാണ്. യേശു ഇങ്ങനെ പറയും, നീ എന്ത് ചെയ്താൽ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും. ഇങ്ങനെ പറയും, നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് നിനക്ക് കാഴ്ച ലഭിക്കേണ്ട കണ്ണിലെഴുതുവാൻ ലേവ്യവും എന്നോട് വിലയ്ക്ക് വാങ്ങുവേ. നിന്റെ എന്താ പറയുക, നിന്നെ സമ്പന്നനാക്കേണ്ട ഊതിക്കഴിച്ച പൊന്ന് നീ വാങ്ങിക്കുക എന്ന് പറഞ്ഞിരിക്കും. എന്താണ് ഊതിക്കഴിച്ച പൊന്നെന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞിരിക്കും? നമുക്കറിയാം 12-ാമത്തെ സങ്കീർത്തനത്തിലെ പോകുമ്പോൾ 6-ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ വചനം അത് ഊതിക്കാച്ചിയെടുത്തതാണ് 7 പ്രാവശ്യം അല്ലെ, 7 പ്രാവശ്യം വണ്ണസിലിട്ട് ഊതിക്കാച്ചിയെടുത്ത പോലെയാണ് എന്ന് പറഞ്ഞിരിക്കും. ശുദ്ധി ചെയ്തെടുത്തിരിക്കുന്ന വെള്ളി പോലെയാണെന്ന് പറഞ്ഞിരിക്കും. ശുദ്ധി ചെയ്തെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് അല്ലെ. അപ്പൊ അതിനെ പറ്റി പറഞ്ഞു, എന്റെ വചനം നീ ഏറ്റെടുക്കുക. വെറുതെ വചനം എടുക്കാൻ എന്റെ ദൈവം പറഞ്ഞിരിക്കുന്നത്. റെവലേഷൻസ്, വെളിപാടുകൾ അവത്തിൽ നിന്ന് കൈക്കൊള്ളാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നിനക്ക് എന്താ പറഞ്ഞ, നീ വെള്ള ഉടുപ്പ് നിനക്ക് ധരിക്കാൻ കിട്ടും അല്ലെ. നിനക്ക് കണ്ണിൽ എഴുതാൻ നിനക്ക് ലേപ്യവും കിട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാലും
നമ്മൾ പത്രോസിലേക്ക് പോകും. രണ്ടാമത്തെ പത്രോസിന്റെ 1-ാമത്തെ ചാപ്റ്ററിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ പോലും ഒരു ക്രിസ്ത്യൻ മറന്നു കളയരുതാത്തൊരു കാര്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 3-4 വാക്ക്. രണ്ടാമത്തെ പത്രോസിന് 1-ാമത്തെ ചാപ്റ്ററിൽ 3-4 വാക്കുകളെ പറഞ്ഞിരിക്കുന്നത്. തന്റെ മഹത്വത്താലും വീരത്യാലും തന്നെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. തന്റെ മഹത്വത്താലും വീരത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടത് ഒക്കെ നമുക്ക് ദാനം തന്നിരിക്കുന്നു. ഇവിടെ മലയാളം ബൈബിൾ പറഞ്ഞിരിക്കുന്ന വാക്ക് ഭക്തി എന്നൊരു വാക്കാ. ഭക്തി എന്ന് പറഞ്ഞ വിശ്വാസം എന്നുള്ളതാണല്ലോ അല്ലെ. ദൈവത്തോടുള്ള ആരാധന, ഒരു വിശ്വാസം, അതിനെപ്പറ്റിയൊക്കെയല്ല പറയുന്നത്. പക്ഷെ അതല്ല, ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു വേർഡ് എന്താണെന്ന് വെച്ചാൽ ഗോഡ്ലിനെസ് എന്നൊരു വേർഡ്. അത് അപ്പൊ ഗോഡ്ലിനെസ് എന്നുള്ളൊരു വേർഡ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക ഭക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഭക്തി എന്ന് നമുക്കറിയാം, ഹിന്ദുക്കളും ഭക്തിയുള്ളവരാണ്, അവരുടെ ദൈവങ്ങളോട് ഭക്തിയുള്ളവരാണ്. മുസ്ലിങ്ങളെടുത്ത് നോക്കുക, അവർക്കും അവരുടെ എന്താ പറയുക, മുഹമ്മദിനോടൊക്കെ വലിയ ഭക്തിയുള്ളവർ. അങ്ങനത്തെ ഒരു ഭക്തിയെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. ഗോഡ്ലിനെസ്, ദൈവികത എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി നമുക്ക് ജീവനും എന്താ പറയുക, ഗോഡ്ലിനെസ്സിനും ദൈവത്തിന്റെ സ്വഭാവത്തിലും ദൈവത്തിനെ പോലെ ആയി തീരുന്നതിനും ഉള്ള ആവശ്യമുള്ളതൊക്കെയും തന്നിരിക്കുന്നു. 4-ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുക, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുക. അവയാൽ നമ്മൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ സാധിക്കും. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാന്ന് പറയുമ്പോൾ ജീവനും ഭക്തിക്കും ആവശ്യമുള്ള തരുവാന്ന് പറയുമ്പോൾ ജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മാനുഷികമായിട്ടുള്ള ജീവനെ പറ്റിയല്ല. ഇങ്ങനെ വെറുതെ മനുഷ്യരായിട്ട് ഈ ലോകത്ത് ജീവിച്ച് നശിച്ചു പോകുന്നതിനെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന ജീവൻ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജീവനെ പറ്റിയാ. യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി അല്ലെ, അവന്റെ DNA ആണ് നമുക്കുള്ളത്. നമ്മള് നേരത്തെ ഉണ്ടായിരുന്നത് ആടത്തിന്റെ വീണു പോയിരുന്ന DNA ആണെങ്കിൽ ഇന്ന് നമുക്കുള്ളത് യേശുവിലായിരിക്കുന്ന വ്യക്തികള് വീണ്ടും ജനിച്ചിരിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡിനാലാണ്, ഒരു മനുഷ്യനാലല്ല. ഹോളി സ്പിരിറ്റ് ഗോഡിനാലാണ് അല്ലെ. നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ ചാപ്റ്ററിലും പറയുന്നതാണ് അല്ലെ, 3-ാമത്തെ ചാപ്റ്ററിലും അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ നമ്മള് വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡിനാല് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്വഭാവത്തില് ദൈവത്തിന്റെ മക്കളാണ്, വീണുപോയ മനുഷ്യരല്ല. അപ്പൊ അതിനായിട്ട് ദൈവത്തിന്റെ സ്വഭാവത്തിനായിട്ട് നമുക്കുള്ള കാര്യങ്ങളെല്ലാം തന്നിരിക്കും. എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അവന്റെ പരിജ്ഞാനത്തിന്റെ അറിവ് കൊണ്ട് അല്ലെ, അവന്റെ നോളജ് കൊണ്ട്. ആ നോളജിൽ നിന്ന്, ആ റെവലേഷനിൽ നിന്ന്, ബൈബിളിന്റെ വാക്കുകളിൽ നിന്ന്, അതിൽ നിന്ന് കിട്ടുന്ന വെളിപാടുകൾ കൊണ്ട് അല്ലെ. ആ വെളിപാട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കിട്ടുന്ന വെളിപാട് എന്ന് പറഞ്ഞത് ഒരു കീ ആണ് അല്ലെ. നമ്മൾക്ക് തുറക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഡെസ്റ്റിനിലേക്ക് തുറക്കുന്നതിനോടുള്ള കീ ആണ്. യേശുവിനെ പോലെ ആയിത്തീരും എന്നുള്ളത് നമുക്ക് പിതാവ് വെച്ചിരിക്കുന്ന ഡെസ്റ്റിനി. ആ ഡെസ്റ്റിനി നമുക്ക് കിട്ടുന്നതിനായിട്ട്, നമ്മൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നതിന് വേണ്ടി ആവശ്യമുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യേശു ക്രിസ്തു ആരെന്നുള്ളതിന് പറ്റിയുള്ള വെളിപാട് അല്ലെ, ബൈബിളിൽ നിന്ന് കിട്ടുന്ന റെവലേഷൻസ്, അതിനെപ്പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അത് വഴി അപ്പൊ റെവലേഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഗ്രേറ്റ് ആയിട്ടുള്ള പ്രോമിസുകളാണ്. ആ പ്രോമിസ് വഴി നമുക്ക് എന്താ പറയണം, ഈ ലോകത്തിന്റെ മോഹങ്ങളെല്ലാം വിട്ടു മാറിക്കൊണ്ട് നമുക്ക് ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി, പങ്കാളികളായിട്ട് നമുക്ക് തീരാൻ സാധിക്കും അല്ലെ. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ലവോദിയയ്ക്ക് ചർച്ചോടിനോട് പറയും, നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് പണമുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു, പക്ഷെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഡ്രസ്സ് പോലും ഇല്ലാത്ത നിൽക്കുന്ന, നേക്കഡായിട്ട് നിൽക്കുന്ന ആൾക്കാരാ അല്ലെ, വീണു പോയിരിക്കുന്ന ആൾക്കാരാ. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്നിൽ നിന്ന് അല്ലെ, എന്റെ കയ്യിൽ നിന്ന് ആ എന്താ പറയാ സ്വർണം അല്ലെ, കാച്ചിയ സ്വർണം അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള ആ ഗോൾഡ്, അതായത് വേർഡ്, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വരുന്ന ആ റെവലേഷൻസ്, ആ വെളിപാടുകൾ നിങ്ങൾ വാങ്ങിക്കുക അല്ലെ. അത് വാങ്ങിച്ചു കഴിയുമ്പോൾ നിനക്ക് വെള്ള വസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈച്ചസ്നെസ് അല്ലെ, ദൈവത്തിന്റെ നീതി അല്ലെ, ദൈവത്തിന്റെ നീതി കംപ്ലീറ്റ് ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സാൽവേഷൻ നമുക്കാകും, യേശുവിനെ പോലെ ആയിത്തീരും എന്നുള്ളത് അല്ലെ. പിന്നെ ലേപം, നമ്മുടെ
നമ്മുടെ കണ്ണിൽ തൊട്ടാൽ ലേപം എന്ന് പറയുമ്പോൾ കാണുന്നതിന് വേണ്ടി, ലേപം എന്തിനാ? കാണുന്നതിന് വേണ്ടി, കാഴ്ച കിട്ടുന്നുണ്ട്. എന്ത് കാണുന്നതിന് വേണ്ടി? യേശുക്രിസ്തുവിനെ കാണുന്നതിന് വേണ്ടി. നമുക്ക് 2 കൊരിന്ത്യന്റെ ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒരു ഡിഗ്രി ഗ്ലോറിയിൽ നിന്ന് അടുത്ത ഡിഗ്രി ഗ്ലോറിയിലേക്ക് പോവുക എങ്ങനെയാണ്? യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ. യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അതാ പറ്റുന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുക, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പൊ കാണണം അല്ലെ? അവനെ കാണുമ്പോൾ അവന്റെ മുഖത്ത് നമ്മുടെ കണ്ണായിരിക്കും. എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? ബൈബിൾ വഴി, ദൈവത്തിന്റെ വചനം വഴി, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കിട്ടുന്ന റെവലേഷൻസ് വഴി. അപ്പൊ ഇവിടെ ലവോദേശൻ ചർച്ച് ലൂക്വാം ചർച്ചായിട്ട് ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യത്തിലാണ് ഞങ്ങൾക്ക് പണമുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ആവശ്യമുണ്ട്. പീറ്റർ പറഞ്ഞിരിക്കുന്നത്, എന്റെ കയ്യിൽ പണവും എന്താ പറയുക സിൽവറും വെള്ളിയൊന്നും എനിക്കില്ല, പക്ഷെ എന്റെ കയ്യിൽ ഉള്ളത് എനിക്ക് തരാൻ പറ്റും. എനിക്ക് റെവലേഷൻ ഉണ്ട് അല്ലെ? യേശുക്രിസ്തു സുഖപ്പെടുത്തുന്നവനാണെന്നുള്ള റെവലേഷൻ എൻ്റെ ഉള്ളു, അതും എനിക്ക് തരാൻ പറ്റും. നീ എഴുന്നേക്ക്, യേശുവിന്റെ എന്താ പറയുക നാമത്തിൽ നീ എഴുന്നേക്കുന്ന ആ കാല് വയ്യായിരുന്ന ആ വ്യക്തിയോട് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ചർച്ച പറയാം അങ്ങനെയൊന്നുമില്ല കാര്യം. ഞങ്ങൾക്കിടെ കയ്യിൽ സ്വർണ്ണമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയുണ്ട്, ഞങ്ങൾക്ക് നല്ല പണമുണ്ട്, ഞങ്ങൾക്ക് നല്ല സമ്പത്ത്, ഞങ്ങൾക്ക് വേറെ ഒന്നിന്റെ കാര്യമില്ല. അപ്പൊ അതാ യേശു പറഞ്ഞു, നീ നഗ്നനാണ്, നീ വീണു പോയവനാണ് അല്ലെ? നീ എന്നിൽ നിന്ന് വാങ്ങിക്കുക, എന്നിൽ നിന്ന് റിയൽ ആയിട്ടുള്ള സ്വർണം വാങ്ങിക്കുക എന്ന് പറഞ്ഞിരിക്കുക. ഇനി ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് വെച്ചാല്, അപ്പൊ ഇവിടെ പറയുന്ന എന്ത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ വിളിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ യഥാർത്ഥത്തിലുള്ള വിളി. ഓരോ വ്യക്തികളെയും യേശുക്രിസ്തു നമ്മൾക്കുള്ള വിളി എന്ന് പറയുന്നത്, വിളി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, ഒരു പാസ്റ്റർ ആകാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു, നമ്മളെ ഒരു അപ്പോസ്റ്റലാകാൻ വിളിച്ചിരിക്കുന്നു, ഒരു പ്രോഫറ്റ് ആകാൻ വിളിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി ഒന്നുമല്ല, അതൊന്നുമല്ല റിയൽ ആയിട്ടുള്ള വിളി. അത് വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാവരും ഒരേപോലെ യേശുവിൽ വളരുന്നവരാകുന്നതിന് വേണ്ടി അല്ലെ? അതിനായിട്ട് ലീഡർമാർ ദൈവം വെച്ചിരിക്കുകയാണ്. നമുക്ക് ലേഖനത്തിൽ 4-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല അല്ലെ? ചർച്ചിനെ യേശുവിന്റെ ആ മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം ഓരോരുത്തരെ അപ്പോസ്റ്റലന്മാരായിട്ടും പാസ്റ്റർമാരായിട്ടും പ്രീച്ചർമാരൊക്കെ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ല യഥാർത്ഥ വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരും എന്നുള്ളതാണ് യഥാർത്ഥ വിളി അല്ലെ? അപ്പൊ അതിനായിട്ടുള്ള കാര്യത്തെപ്പറ്റി നിങ്ങള് അതിനായിട്ട് നിങ്ങളെ തന്നെ ദൈവത്തിന്റെ വഴിയിലേക്ക് വെക്കുക അല്ലെ? അലൈൻ ചെയ്ത് വെക്കുന്ന വ്യക്തികളായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇനി നമ്മൾ എപ്പോഴും എന്ത് കാര്യം മനസ്സിലാവും, നമുക്ക് നമ്മുടെ പാവം ഇങ്ങനെ ആയിരിക്കരുത്. നമ്മുടെ ഒരു ക്രിസ്ത്യൻ വോക്ക് എന്ന് പറയുമ്പോൾ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മള് ആകപ്പാട് നമുക്ക് മിക്കവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യം, പാപത്തിലൊന്നായി പോകാതിരിക്കുക. ഈ ലോകത്തിൽ അല്ലെ? ചർച്ചിന്റെ ഒക്കെ പാട്ടാക്കി നിൽക്കുക, ഒരു ഗ്രൂപ്പിന്റെ ഒക്കെ പാട്ടായി നിൽക്കുക, ചർച്ചിലൊക്കെ പോവുക, കൈകൊട്ടി പാട്ട് പാടുക, അതൊക്കെ വേണോ? അതെല്ലാം വേണം. പാവത്തിലൊന്നും ആകാതിരിക്കുക, അതെല്ലാം കറക്റ്റാണ്. പക്ഷെ അതിലൊക്കെ ഒരുപാട് വലുതായ കാര്യങ്ങളാ ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ? അതിനേക്കാളൊക്കെ ഒരുപാട് എന്താ പറയുക, മഹത്തരമായിട്ടുള്ള കാര്യം ദൈവം ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളെപ്പറ്റി യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ്, അതിന്റെ പ്രോസസ്സിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. നമ്മള് ചർച്ചിൽ പോവും, കൈകൊട്ടി പാട്ട് പാടുകയും കൂട്ടായ്മ ചേരും, അതൊക്കെ അതിന്റെ പ്രോസസ്സിന്റെ പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങൾ. പക്ഷെ അതൊന്നും അല്ല ശരിക്കും പറഞ്ഞുള്ള എയിം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിന്റെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ അതല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞ ഒരു ചർച്ചിന്റെ പാർട്ടായി നിൽക്കുക എന്നുള്ളതല്ല, യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. ഇനി അതിന്റെ കാരണം ദൈവം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് 19-ാമത്തെ വാക്ക്, എനിക്ക് പ്രിയമുള്ളവരൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. എനിക്ക് ഉള്ളവരെ എന്ന് പറഞ്ഞിരിക്കുന്നത്, തനിക്ക് പ്രിയമുണ്ട് ആൾക്കാരോട് എന്നുള്ളതാണ് കാര്യം. യേശുക്രിസ്തുവിന് എല്ലാവരോടും പ്രിയമാണ്, യേശുക്രിസ്തു എല്ലാവരും ഇഷ്ടമാണ്. അതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും മൂല കാരണം. ഇങ്ങനെ ഇപ്പൊ ഈ ലവോദിഷ്യൻ ചർച്ചിനോടൊക്കെ പറയുന്നതിന്റെ കാരണം ഇത് തന്നെയാ. നമ്മള് യേശുവിനെ പോലെ ആയിത്തീരണം എന്ന് ദൈവം തീരുമാനിച്ചതിന്റെ, ദൈവത്തിന്റെ ഹിതം അതായിരിക്കുന്നതിന്റെ കാര്യം ഇത് തന്നെ. കാരണം ദൈവം നമ്മളെ ഇഷ്ടപ്പെടുന്നു അല്ലെ? ഇനി 1-ാമത്തെ വാക്ക് പറയുക, 19-ാമത്തെ വാക്കിന്റെ പകുതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആക്കിയാൽ നീ ജാഗ്രതയുള്ളവരായിരിക്കുക, മാനസാന്തരപ്പെടുന്നവരായിരിക്കുക അല്ലെ? സെല്ലസ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കുക അല്ലെ? റിപ്പന്റ് ചെയ്തുകൊണ്ട് യേശുവിലേക്ക് തിരിച്ചു വരുന്ന വ്യക്തികളായിരിക്കും. നിങ്ങൾ തന്നെ ഭയങ്കരമായിട്ട് ആഗ്രഹത്തോടെ യേശുവിലായിരിക്കുന്ന വ്യക്തികളായിരിക്കുക. അവൻ മാത്രം മതി എന്നുള്ള തീരുമാനമുള്ള വ്യക്തികളായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുക. 20-ാമത്തെ വാക്ക് പറയും, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടു വാതിൽ തുറഞ്ഞാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്നു അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും.
അപ്പം ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, അപ്പൊ യേശുക്രിസ്തു മുട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ മിക്കവാറും ആൾക്കാർ അത് കേൾക്കുന്നില്ല. നമ്മളിൽ പലരും അത് കേൾക്കുന്നില്ല. കാര്യം എന്താ? നമ്മളിപ്പോ നിൽക്കുന്ന ചില ആൾക്കാരിങ്ങൾ നിൽക്കുന്നത് ലോകത്തിന്റെ നടുക്കാ. ജഡത്തിന്റെ പരമായിട്ടുള്ള ഒരു നിൽപ്പാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ചുറ്റും പലതരത്തിലുള്ള ശബ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ആ ശബ്ദത്തിന്റെ ഇടയ്ക്ക് ഈ യേശുക്രിസ്തു മുട്ടുന്ന, ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടുന്ന മുട്ടില് അങ്ങോട്ട് നമ്മള് മറന്നു പോവുകയോ ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് മറന്നു പോകല്ല, നമുക്ക് കേൾക്കാൻ പറ്റാതെ വരികയോ ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ ശരിക്കുമുള്ള നേറ്റീവ് പ്ലേസ് എന്ന് പറഞ്ഞാല്, നമ്മളുടെ ശരിക്കുമുള്ള വാസസ്ഥലം, നമ്മളുടെ ഒറിജിൻ അല്ല എന്ന് പറഞ്ഞാല് ഏതാ? സ്പിരിച്വൽ എല്ലാം അത്. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ദൈവത്തിനോട്, ഹോളി സ്പിരിറ്റ് ഗോഡിനോട് വളരെയധികം സെൻസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ, കണ്ണും ചെവിയും തുറന്നിരിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവത്തിന്റെ കൊട്ട് കേൾക്കുമ്പോഴേക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, അല്ലെ? അപ്പൊ അതിനെപ്പറ്റി ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പോലും, നമ്മളുടെ ജഡത്തിലാണെങ്കിൽ പോലും, പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ജഡത്തിന്റെ പരമായിട്ടുള്ള കാര്യത്തില്, നമ്മള് യേശുവിലുള്ള വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. അതിനെപ്പറ്റി അല്ലെ, യേശുവിലുള്ള വിശ്വാസത്തെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ ജീവിക്കുന്നുള്ളൂ, പക്ഷെ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ആത്മാവ് ഉള്ളത് യേശുവിന്റെ ഒപ്പം ആത്മീയ മണ്ഡലത്തിലുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമുള്ളൂ എന്താ പറയാ, മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ഇപ്പൊ കൊളോസ്യർക്കെതിരായിട്ട് 3-ാമത്തെ കാര്യത്തിൽ പറഞ്ഞത്, നിങ്ങൾ മരിച്ച് യേശുവിന്റെ പിതാവിലായിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെ മുകളിലുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുക. അപ്പൊ അവിടെ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളാകുമ്പോൾ, മനസ്സിനെ ട്യൂൺ ചെയ്ത് ഇരിക്കുന്ന വ്യക്തികളാകുമ്പോൾ ഈ ലോകത്തിന്റെ നോയ്സുകളൊന്നും തന്നെ നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല, അല്ലെ? അപ്പൊ നമുക്ക് യേശു കൊട്ടുന്ന കേൾക്കാൻ പറ്റും. ഇനി 21-ാമത്തെ വാക്ക്, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ തന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ചു, എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭയോട് പറഞ്ഞ് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. അപ്പൊ യേശുവിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യത വേണമെങ്കിൽ യേശുവിനെ പോലെ ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. ഞാൻ എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത്, യേശു പിതാവിന് യോഗ്യമായിട്ടുള്ളവൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇരിക്കാൻ പറ്റുന്നത്. നമ്മൾ യോഗ്യരാണെങ്കിൽ മാത്രമേ അവരുടെ സിംഹാസനത്തിൽ ഇരിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെ? അപ്പോ ലവോഡിഷ്യൻ ചർച്ചിനെ പോലെ ലോകപരമായിട്ടുള്ള ബ്ലെസ്സിങ്സിനെ മാത്രം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാതെ, അല്ലെ, യേശുവിനെ പോലെ ആയിത്തീരാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അവന്റെ വചനത്തിൽ മുറുക്കെ പിടിച്ചുകൊണ്ട്, അവന്റെ വചനം വഴി അവനെ മനസ്സിലാക്കിക്കൊണ്ട്, അതനുസരിച്ച് നമ്മളും മാറിക്കൊണ്ട്, നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട്, അവന്റെ ജീവിതവുമായിട്ട് അല്ലെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് അവനെ പോലെ ആയിത്തീരാം. അതാണ് ദൈവത്തിന്റെ ഹിതവും. അതിനായിട്ട് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശരിയാക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ജീവിതം വെറുതെ ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യങ്ങൾ അതിനുവേണ്ടിയുള്ളതല്ല, യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടിയുള്ളതാണ്. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള അപ്പൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ ഞങ്ങളോടുള്ള സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളെ ട്രാൻസ്ഫോം ചെയ്യണം കർത്താവെ. അങ്ങയിലായിരിക്കാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയുള്ള ജീവിതം ജീവിക്കുന്നതിന് വേണ്ടി, ക്രോസിൽ നോക്കിക്കൊണ്ട് ജീവിക്കാനുള്ള ജീവിതം, അതിനുവേണ്ടിയുള്ള കർത്താവെ കൃപ ഞങ്ങൾക്ക് തരുന്ന അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേൻ. നന്ദി പിതാവേ, യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ടാൽ നന്ദി. ദൈവത്തെ മഹത്വം ഉണ്ടാകട്ടെ.